പിള്ളേരൊക്കെ കേവ് കാണാൻ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു റോഡാണ് ഇങ്ങോട്ടുള്ളത്. നമുക്കിങ്ങനെ പാറ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മുകളിലേക്ക്. കുഞ്ഞു വഴി, എത്ര വലിയ വഴിയൊന്നുമല്ല. നമ്മള് കേവ്, അതായത് ഇത്രയും ഫേമസ് ആയ ഒരു സ്ഥലം എന്നൊക്കെ ഓർത്തപ്പോ നമ്മളോർത്ത് വലിയൊരു ഇതായിരിക്കുമെന്ന് ഓർത്ത്. അപ്പൊ നമ്മൾ ചെറിയൊരു ബോർഡ് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടെ ചോദിച്ചങ്ങനെ വരുവായിരുന്നു ഇങ്ങോട്ടേക്ക്. കണ്ടോ ഇവിടെ കുറച്ച് പന്നികളൊക്കെ നിൽക്കും. ഹിന്ദി ചോദിക്കും. हिंदी हिंदी और कार जाएगा उधर तक पार्किंग में ऊपर नहीं जाएगा उधर स्टैंड है ना उधर साइड में पार्किंग है उधर पार्किंग है हां ओके മുകളിൽ പാർക്കിംഗ് ഉണ്ടെന്നാട്ടാ അവര് പറഞ്ഞത്. ഇവിടെ എല്ലാരും ഹിന്ദി സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോ എല്ലാ കടയിലും ചോദിച്ചപ്പോ ഹിന്ദി അറിയാം. ഒരു പന്നി ക്രോസ് ചെയ്യുന്നത്. പന്നികളാട്ടെ, ഇത് ഇവര് വളർത്തുന്നതാന്ന് തോന്നുന്നു. ഇവിടെ സൈഡിലൊക്കെ ആൾക്കാർ തുണി വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തെ വീടാ. അപ്പൊ വീടുകളിൽ താമസിക്കുന്നവർ തുണിയൊക്കെ ഇവിടെ നമ്മുടെ കേവിന്റെ ഗേറ്റിലാണ് ഇവർ തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിരുന്നത്. പിന്നെ ഫുള്ള് വണ്ടികളൊക്കെയാണ്, ഫുള്ള് തിരക്കൊക്കെയാ ഇവിടെ. ഇത് കുഞ്ഞൊരു വഴിയാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ സെറ്റപ്പ് അല്ല, നല്ല എന്താ വലിയ നമ്മൾ റോഡിൽ നേരെ വന്ന് കേറുമല്ല, കുറച്ച് കുഞ്ഞു വഴിയോടെ വന്നിട്ട് നമ്മളെത്തി. നമ്മൾ പാർക്കിംഗ് ഉണ്ടെന്നാ പറഞ്ഞപ്പോ ഇവിടെ പാർക്കിംഗ് ഇട്ടിട്ട് വേണം നമുക്ക് കേറാൻ വേണ്ടി. അപ്പം ടിക്കറ്റ് എടുത്ത് കേട്ടോ, 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. പിന്നെ നമുക്ക് ക്യാമറയ്ക്ക് പാസ് 25. അപ്പം നമ്മൾ മൊത്തം 100 രൂപയായി, 3 പേരുടെ പാസും ക്യാമറയുടെയും കൂടെ. ഇതാണ് കേവിൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പം നമ്മളോട് ചെരുപ്പൊക്കെ ഊരിയിടണം. കണ്ടു, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുത്തെ തൂണിൻ്റെ ഒക്കെ കൊത്ത് വർക്ക് പോലെ കണ്ടോ, കല്ല് ഫുള്ള് ഭയങ്കര രസമുണ്ട്. കണ്ടോ, ഇതെല്ലാം കൊത്തിയെടുത്താ. കണ്ടോ റൂഫിലെ വർക്കൊക്കെ കണ്ടോ. സൈഡൊക്കെ കുത്തിയെടുത്തേക്കുന്ന കണ്ടോ. ഇവിടെ കണ്ടോ ഈ സൈഡ് ചെറിയൊരു വിഗ്രഹമൊക്കെ വെക്കുന്ന ഇതുപോലെ കുഴി പോലെ. നമ്മളപ്പം അവിടുന്ന് ജസ്റ്റ് മുകളിലേക്ക് കയറുവാണ്. അതെനിക്ക് ഒന്ന്, അത് കേവ് 1 ആയിരുന്നു. അത് കേവ് 1-ലായിരുന്നു നമ്മളിപ്പോൾ കയറിയത് കേട്ടോ. കേവ് 1 ശിവ, ലോർഡ് ശിവയുടെയാണ് കേവ് 1 വരുന്നത്. പിന്നെ 2 1 ശിവ. പിന്നെ കേവ് 2 വരുന്നത് വിഷ്ണു, മഹാവിഷ്ണുവിൻ്റെയാണ് 2ഉം 3യും വരുന്നത്. പിന്നെ 4th കേവാണ് ജെയിനിസത്തിൻ്റെ വരുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പം സെക്കൻഡിലേക്കായിരിക്കും പോകുന്നത്. കുറച്ച് സ്റ്റെപ്പുണ്ട്, നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വേണം വരാനായിട്ട്. കണ്ട താഴത്ത് അങ്ങനെ ഒരു ഇതാ പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി കുറച്ച് കഥയ്ക്കും. കണ്ടോ, ഇത്രയും ഇങ്ങനെ നമ്മൾ കയറി വന്നു. ഇനി ഇതായിരിക്കണം കേവ്
2 എനിക്ക് തോന്നുന്നു. ഇതാണ് കേവ് 2. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ. കേവ് 2ൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെയാണ്. കണ്ടോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. ഇതിപ്പോൾ കേവ് 2 ആണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ കയറിയിട്ട് വേണം. കേവ് 3 ചിലപ്പോൾ ഇതിലേ ആയിരിക്കും പോകുന്നത്. അവിടെ അപ്പുറത്ത് ഈ വെള്ളത്തിൻ്റെ അപ്പുറത്ത് ആ സൈഡിലൊക്കെ ഒരു അമ്പലമുണ്ട് കണ്ടോ. ഇവിടെ അപ്പുറത്തുമൊക്കെ കുറച്ച് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി കഥയ്ക്കും. ശരിക്കും ഈ രണ്ടാമത്തെ കേവാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ കേവ്. കാരണം ഇവിടെ നോക്കിയാൽ അഗസ്ത്യ ലേക്കും കാണാം. കണ്ടോ, ഇതാണ് അഗസ്ത്യ ലേക്ക്. അതുകൊണ്ട് ആ ലേക്കിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ പോകാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ആൾക്കാർ പോകുന്നത്. ഭയങ്കര രസമാണ്. സൺസെറ്റിന് സമയമാകുമ്പോഴത്തേന് അവിടെ എത്തിയാൽ നല്ല രസമാണ്. ഇത് ശരിക്കും ഈ ബദാമി കേവ്സ് 6th തൊട്ട് 8th സെഞ്ച്വറി വരെ ആണ് പണിയുന്നത്. ഇത് ചാലുക്യ ഡൈനാസ്റ്റി പെട്ട രാജാക്കന്മാരാണ് ഇത് പണിയുന്നത്. അവർക്ക് മെയിൻലി 3 കാര്യങ്ങളാണ്: ആർട്ട്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ റിലീജിയനും. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ മെയിനായിട്ട് നോക്കുന്നത്. റിലീജിയൻ അവർക്ക് വരുന്നത് ഹിന്ദുയിസം വരുന്നുണ്ട്, ജൈനിസം വരുന്നുണ്ട്, പിന്നെ ബുദ്ധിസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 അമ്പലം ഇവിടെ ഉള്ളത്. ഫസ്റ്റ് കേവ് ആണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കേറിയത് ശിവന്റെ. പിന്നെ സെക്കൻഡ് കേവ് ഇനിയിപ്പം കേറാൻ പോകുന്നത് വിഷ്ണു, തേർഡും വിഷ്ണു, 4th ജൈനിസം. അതിൽ തന്നെ എന്തായിരുന്നു, ഇതിന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പേര് വദാബി എന്നാണ്. അതായത് ബദാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലുക്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ് ബദാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബദാമിയുടെ പഴയ പേരാണ് വാദാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പം പുതിയ പേരാണ് ബദാമി. സെക്കൻഡ് കേവ് കേട്ടോ. ഇത് ലോർഡ് വിഷ്ണുവിൻ്റെ ആണിത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഗുഹ പോലെ ഇങ്ങനെ ഇതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. കുറച്ച് പാടാണ് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഗുഹ പോലെ ഉണ്ട് ഇവിടെ. കണ്ടോ, നമ്മളിങ്ങനെ കയറി ഇങ്ങനെ എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഹോള് പോലെ വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇങ്ങനെ ഒരു പാറ കൊത്തിയിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പിലിങ്ങനെ എലിയുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. സൗണ്ട് കേൾക്കുന്നുണ്ട് എലിയുടെ. അപ്പം തേർഡ് കേവിലേക്ക് പോവാണ്. സെക്കൻഡ് കേവ് ഇപ്പം നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ തേർഡ് കേവിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം. ഇവിടെ കണ്ട ഒരു കവാടം പോലൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഗേറ്റ് അല്ല, ഒരു ചെറിയ ഡോറ് വല്ലല്ലോ ഉണ്ട്. ഒരു കയറുന്ന ഒരു കവാടം പോലെ. പിന്നെ ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്. വലിയ മീൻസ് നല്ല ഭംഗിയുള്ള ഒരു കാണാൻ രസമുള്ളൊരു മരമുണ്ട്. അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് മണിയടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം.
പിന്നെ ഇവിടെ ഇതിൻ്റെ നമ്മൾ ഈ കവാടം കണ്ടതിൻ്റെ ഈ സൈഡിലായിട്ടൊരു ചെറിയ അമ്പലം പോലെ ഉണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകണം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫ്രണ്ട് വരെയും പോയിട്ട് വരാം, എന്താണെന്ന് നോക്കാം. കണ്ടു, ഇതൊരു ഇടുങ്ങിയ സ്റ്റെപ്പാട്ടോ, ഭയങ്കര പൊക്ക കൂടുതലല്ല. നമുക്ക് കാലെടുത്ത് ഇങ്ങോട്ട് വെക്കാൻ നല്ല പാടാ. ഓ, ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും സ്റ്റെപ്പുകളുണ്ട്, ഇങ്ങനെ കയറി കയറി പോകുന്ന. കണ്ടോ, നമ്മളിപ്പം തേർഡ് കേവിൻ്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് അഗസ്ത്യ ലേക്ക്, താഴെ കാണുന്ന അഗസ്ത്യ ലേക്ക്. അപ്പം നമ്മൾ കയറി വന്ന വഴിയാണിത്, അതിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഇതാണ് തേർഡ് കേവ്, ഇതിൻ്റെ അകത്താണ് നമ്മളിനി നെക്സ്റ്റ്. തേർഡ് കേവും നമുക്കറിയാമല്ലോ, വിഷ്ണുവിൻ്റെ. ഇതാണ് തേർഡ് കേവ്, ഇതും ലോർഡ് വിഷ്ണുവിൻ്റെയാണ് കേട്ടോ ഈ കേവ്. കണ്ട് ഇവിടെ കുറേ സ്റ്റാച്ചു, നമ്മുടെ വിഷ്ണുവിൻ്റെ ഒത്തിരി സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നോക്കി, ഇവിടെ വരാഹ ഇതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വരാഹ, നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായ വരാഹ, അതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, വരാഹത്തിൻ്റെ ഇതാണ് വരാഹത്തിൻ്റെ സ്റ്റാച്ചു. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ, ഇപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ എലികളുടെ സൗണ്ട് കേൾക്കാം. അതുകൊണ്ട് ഒരു എലിയുടെ ഒരു സ്മെല്ലുണ്ട്. കണ്ടോ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച എലിയുടെ കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കാം. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഇരുട്ടായതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം, എവിടെ എലി എന്ന്. കണ്ടോ, ഇതിൻ്റെ എലിയാണോ വവ്വാലാണോ എന്നറിയില്ല. വവ്വാൽ ഒത്തിരി തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. വവ്വാലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്ക് പോകാനൊരു പേടിയാണ്. ആ, ഫുള്ള് വവ്വാലാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ആ, വവ്വാലിൻ്റെ സൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എലിയാണെന്ന് കേട്ടോ വിചാരിച്ചത്, പക്ഷെ വവ്വാലാണിത്. അടുത്ത 4ാമത്തെ കേവിലോട്ട് പോവാ. ഇതാ ലാസ്റ്റ് കേവ് കേട്ടോ. ഇതൊരു സ്റ്റെപ്പ് കയറി ഇറങ്ങി അങ്ങനെ. ഇത് കണ്ടോ, ഇവിടെ നിന്നാൽ ഈ അഗസ്ത്യ ലേക്ക് ശരിക്കും കാണാം. ആ, സൂപ്പറാ. അവിടുത്തെ അമ്പലമൊക്കെ ശരിക്കും കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ ഇരിക്കാനൊക്കെ സൂപ്പറാണ്. ഇവിടെ ഇരുന്നാൽ നല്ല രസമായിരിക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. അതാ കേവ് കേട്ടോ, ആ കാണുന്നതാണ് ലാസ്റ്റ് കേവ്. നമ്മളപ്പോൾ ഫോർത്ത് കേവിൻ്റെ ഒരു സൈഡിലേക്ക് വന്നതാട്ടോ. ഇതാണ് ഫോർത്ത് കേവ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിറയെ തിരക്ക്, ഇപ്പം ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട്. കണ്ടോ, ഫോർത്ത് കേവാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഇതിൽ ഫോർത്ത് കേവും തേർഡ് കേവും അതുപോലെ സെക്കൻഡ് കേവിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അഗസ്ത്യ ലേക്ക് കാണാം. ഏറ്റവും ബെസ്റ്റ് വ്യൂ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫോർത്തിൽ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുമല്ലേ, അപ്പം നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും. പിന്നെ അതേ താഴത്ത് കുറച്ച് ആടുകളൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. കണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർത്ത് കേവിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളെല്ലാം രീതികളെല്ലാത്തിൻ്റെ ആർക്കിടെക്ചർ സെയിം തന്നെ, പക്ഷേ അതിൻ്റെ ഉള്ളിലെ കാർവിങ്സ് ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഫോർത്ത് എന്ന് പറയുമ്പോൾ ജെയിനിസാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ജെയിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കി 3 എണ്ണവും ഹിന്ദു ഗോഡിൻ്റെ വെച്ചിട്ടാണ് 3 ടെമ്പിളും വരുന്നത്. ഫോർത്ത് ടെമ്പിൾ മാത്രമാണ് നമ്മുടെ ജെയിനിസത്തിൻ്റെ വരുന്നത്. അപ്പം ജെയിനിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പം
അപ്പം ഇത് 4 നമ്മളിവിടെ കണ്ട ടെമ്പിൾസ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്താണ് നമ്മുടെ വേറൊരു ടെമ്പിളും പിന്നെ ലേക്കിൻ്റെ അപ്പുറത്തെ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. അങ്ങോട്ട് സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോകാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ അവിടെ താഴത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒക്കെ കണ്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങുക. നമ്മൾ ആ ലാസ്റ്റ് ആ നദിയുടെ സൈഡിൽ കണ്ട അമ്പലമില്ലേ, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫുൾ ആളായി ഇപ്പം കേട്ടോ. വൈകിട്ടായപ്പോഴത്തേന് നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ താഴെ ചോദിച്ചപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് അവിടോട്ട് വണ്ടിയിൽ പോകാൻ പറ്റില്ല, ചെറിയ വഴിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നി നടന്ന് പോകണം 1 കിലോമീറ്റർ, അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്താ സൗകര്യം എന്ന് നോക്കട്ടെ, എന്നിട്ട് അങ്ങനെ പോകാമെന്ന് കണ്ട. ഇത് കണ്ടോ, ഇത് ലേക്കിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വഴിയാണ്. ഇവിടെ 2 പിള്ളേർ ഇവിടുത്തെ സൈഡിലത്തെ വെള്ളമൊക്കെ കോരിക്കൊണ്ടിരിക്കുന്ന അഴുക്ക് വെള്ളത്തിൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാ ലേക്കിൻ്റെ അങ്ങോട്ടേക്കുള്ള ഇതാ. പക്ഷെ അവിടെ കുറച്ച് അഴുക്കായിട്ട് കിടക്കുക കേട്ടോ. ഇവരെന്തോ മീനാണെന്ന് തോന്നുന്നു ഇങ്ങനെ കോരിക്കൊണ്ട് എന്തോ മീനാണ്. മീൻ കുപ്പിയിലും കയ്യിലൊക്കെ പിടിച്ച് നടക്കുക കേട്ടോ പിള്ളേര്. നമ്മളവിടെ കുറച്ച് അഴുക്ക് പിടിച്ച് അതുപോലെ ഇത്തിരി ഇതായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള അമ്പലം പോലെ നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ല, അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞ്. അപ്പം വണ്ടി പോകത്തില്ല, ചെറിയ റോഡാണ്. പിന്നെ ഇവിടെ ഓട്ടോ ഉണ്ട്. ഓട്ടോക്കാരെങ്ങനെ റേറ്റ് വാങ്ങുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ നടന്നു പോകാമെന്നും പറയുന്നുണ്ട്, കാരണം ആൾക്കാർ നടന്നും പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയാണ് ഡിസ്റ്റൻസ്, എന്തോരം 1 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. നമ്മളപ്പോൾ ഓട്ടോ ചാർജ് ചോദിച്ചു. ഓട്ടോ ചാർജ് 2 സൈഡ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും 250 രൂപയാണ്. പക്ഷെ നമ്മളൊന്ന് നടക്കാമെന്ന് ഓർത്തു, നടന്നു പോയി നോക്കാമെന്ന് ഓർത്തു. ചെറിയ ഇവിടെ കണ്ട് പോകാം. നോക്കുമ്പോൾ ഉണ്ട്, പോയി നോക്കാം. ഇപ്പോഴാണെ വലിയ വെയിലും ഇല്ല, വൈകിട്ടായതുകൊണ്ട് വെയിലില്ല. നടന്നു പോയി നോക്കിയിട്ട് വരാം. ഇത് കണ്ടു, ഇവിടേക്ക് ഇതൊരു ചെറിയ അമ്പലം. അത് മണ്ടേ നിന്ന് നോക്കുമ്പോൾ കാണാം. ചെറിയ വഴിയാണ് ഇത് കേട്ടോ. അപ്പോൾ കാറും കൊണ്ടൊക്കെ വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതല്ലാണ്ട് മെയിൻ റോഡിൽ കൂടെ ഒരു വഴി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ മെയിൻ റോഡിൽ കൂടെ ഉള്ള വഴിയും ചെറുതാ എന്നൊക്കെ അവർ പറഞ്ഞു. നമുക്ക് എന്തായാലും നടന്ന് നോക്കാം ഇത് വഴി കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞു പന്നി, വലിയ പന്നി, കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഇവിടെ എല്ലാവരും ഹിന്ദി സംസാരിക്കുക, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കന്നഡയായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും അറിയത്തില്ല, പെട്ടുപോയേനെ. ഹിന്ദി ആയതുകൊണ്ട് കവാടം പോലെ ഉണ്ട്, ഒരു വളച്ചുവാതിൽ പോലെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ബൈക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കൊച്ചു കൊച്ചു വീടുകളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നമ്മളപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഈ വഴി തന്നെയാണെന്ന് തോന്നുന്നു. 2 സൈഡും പാറയാണ്. അപ്പോഴേ ഈ വഴി കറക്റ്റായിട്ടോ. ഈ വഴി കറക്റ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ആ കേവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാമായിരുന്നു ഈ വഴി. അത് തന്നെ ഇത്. ആ ഒരു കുറച്ച് പോർഷനില്ലേ, ആ ഒരു കുറച്ച് പോർഷനാണ് എന്താ പറയുന്നത് വണ്ടി വരാത്തത്. അത് ചെറിയ റോഡായതുകൊണ്ട് അതുവഴി വരത്തില്ല. ഇതുവഴി നല്ല വലിയ വഴിയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സെക്യൂരിറ്റി ക്യാമറ ചോദിച്ചു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ക്യാമറയ്ക്ക് ഓൾറെഡി. ആൾക്കും 25, ക്യാമറയ്ക്ക് 25, അങ്ങനെ. ഇത് കണ്ടോ, ഇവിടെ നല്ല രസമാണ് ഇതുവഴി നടക്കാൻ. എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ വരുവാണെങ്കിലും ഓട്ടോയ്ക്ക് വരുന്നതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾ നടന്നു പോകുന്നതായിരിക്കും. കാരണം ഇതുവഴി നടന്നു പോകാൻ ഭയങ്കര രസമാണ്. കണ്ടോ, അവിടെ സൺസെറ്റൊക്കെ കാണാം. പക്ഷേ ഇന്ന് കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് അത്ര നല്ലോണം സൺസെറ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്നതായിരിക്കും നല്ലത്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. ആ കുറച്ച് പോർഷൻ ഉള്ളിലൂടെ ആണെന്നേ ഉള്ളൂ, ബാക്കി വഴിയൊക്കെ നല്ല രസമാണ്.
ഇതാ കേട്ടോ നമ്മുടെ കയറി വന്ന കേവ്. ഇവിടെ വെട്ടം കുറവാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇവിടെ ആണ് കേവ് വരുന്നത്. ഇത് ഭൂത്നാഥ് മന്ദിർ. ഭൂത്നാഥ് മന്ദിർ അത് കേട്ടോ. ഇവിടെ പേര് വെച്ചിട്ടുണ്ട്. എന്താ മന്ദിറിലേക്ക് ഈ വഴി വേണ്ട, കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയ അപ്പുറത്തെ അമ്പലത്തിൽ കയറാം. ഇവിടെ കാർ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഈ താഴത്തെ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാ. കണ്ട ഇവിടെ ഇങ്ങനത്തെ ഒരു വ്യൂ അവിടെ ഒരു ടെമ്പിളാണ്. നമ്മൾ ഇതിലേ വേണം ഈ സ്റ്റെപ്പ് സൈഡിൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആ ടെമ്പിളിലേക്ക്. കണ്ട ഇങ്ങനെ നടന്ന് ഈ സൈഡിൽ കൂടെ നടന്ന് അങ്ങോട്ട് ചെന്ന് കയറണം. അങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഫോറിനേഴ്സിന് ആക്ച്വലി 300 ആണ്. നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ 25 ഉള്ളൂ. നമ്മൾ ഏതാണ്ട് ആ അമ്പലത്തിലേക്ക് എത്താറായത്. ഭയങ്കര രസമാണ്, ഭയങ്കര പീസ്ഫുള്ളുമാണ്. നമ്മളിരുന്ന നല്ല കാറ്റും നല്ല രസമുണ്ട് ഇവിടെ. ആ അമ്പലത്തിൻ്റെ വ്യൂവും പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമായിരുന്നു അന്ന് ഇവിടെയൊക്കെ വന്ന് ഇരുന്ന്. ഞാനിത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ ആലോചിക്കും ഇവിടെ വരണം വരണമെന്ന്. നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഈ സമയത്തെന്ന് പറഞ്ഞാൽ സൺസെറ്റും കൂടെ ആയതുകൊണ്ട് അവിടെ ഇരിക്കുമ്പം അവിടെ ഇരുന്നാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ആൾക്കാരിങ്ങനെ കാല് വെള്ളത്തിയിട്ട് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ടിരിക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അരളിപ്പൂ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മതിൽ, ഈ മതിലിൻ്റെ അകത്ത് വേറൊരു കുഞ്ഞ് ടെമ്പിളും പോലെ ഉണ്ടായിരുന്നു. അവിടെ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് അവിടെ കയറിയില്ല. നമ്മളപ്പോൾ ഇങ്ങോട്ടേക്ക് പോവുക. ഇവിടെ കണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ 2 സൈഡിലും വെള്ളമുള്ളൊരു ഇതിൽ കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വേണം ആ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കണ്ട അവിടെ ഒരു ചെറിയൊരു കേവ് പോലെയുണ്ട്. അവിടെ ആൾക്കാർ നിൽപ്പുണ്ട് ആ കേവിൻ്റെ താഴത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പ്ലേയിങ് ഗെയിംസ് ഇൻ ഗാർഡൻ ഈസ് പ്രൊഹിബിറ്റഡ് എന്ന്. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കയറണം. കണ്ടോ ഇങ്ങനെയാണിത് വരുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളം, ഇങ്ങനെ ഒരു ഈ ടെമ്പിൾ ഇങ്ങനെ കണ്ട്. ഈ ടെമ്പിളിൽ നിന്ന് വ്യൂ നല്ല സൂപ്പർ വ്യൂ ആട്ടോ. അവിടെ കുറച്ച് പച്ച പുല്ലും ഒക്കെ ആയിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് പോയ 4 കേവ്സ് ഉണ്ടല്ലോ അത് കാണാൻ പറ്റും. അത് വലിയ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, എന്നാലും ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്ന ആ ഒരു ഏരിയ നമുക്ക് മനസ്സിലാവും. വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. കണ്ടോ ഇതാണ് ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ നന്ദിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ വെള്ളത്തിലേക്ക് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഇവിടെ ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്. എന്നിട്ടൊരു ഇവിടെ ഉണ്ടൊരു നന്ദിയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ
എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു നന്ദി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം ഇവിടെ നിന്ന് എല്ലാം കണ്ട് നമ്മളപ്പം തിരിച്ച് നടക്കുവാണേ. അവിടെ സെക്യൂരിറ്റി എല്ലാവരും തിരിച്ച് വീഴുന്നുണ്ട്. അപ്പം നമ്മളിങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. ഇനി നമുക്ക് റൂമിലേക്ക് പോകാമെന്നാ. അപ്പം റൂം ഇവിടെ ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്ത KTDCയുടെ, അതായത് കർണാടക ഗവൺമെൻറ്റിൻ്റെ. കാരണം KTDCയുടെ ആയിരുന്നു ഏറ്റവും വിലക്കുറവ് കിട്ടിയത്. 2000 രൂപ എന്തോ ആയിരുന്നു. അപ്പോൾ അതാ ഏറ്റവും വിലക്കുറവ് കിട്ടിയത്. അതുകൊണ്ട് അതങ്ങ് ബുക്ക് ചെയ്ത്. അത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. 7 മിനിറ്റ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോവാം. പിന്നെ കഴിക്കാനും മേടിച്ചിട്ട് റൂമിൽ പോകും. ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ചായയും കുടിച്ച് ഫുഡും മേടിച്ചിട്ട് റൂമിലേക്ക് പോകണം. പിന്നെ ഫ്രഷായി കിടക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു വന്നപ്പം തന്നെ ഞങ്ങളൊരു ചായ മേടിച്ചു കേട്ടോ. 5 രൂപയുടെ ചായ. ഞങ്ങളെ ഒരു കഴിക്കാൻ നിർത്തിയ. ഇവിടെ ഒന്നും അങ്ങനെ കഴിക്കാൻ കിട്ടുന്നൊന്നുമില്ല. പിന്നെ ഒരു ബിരിയാണി കട കണ്ട് അവിടെ നിന്ന് കയറി ബിരിയാണി മേടിച്ച്. അപ്പോൾ ഞങ്ങളിനി ഹോട്ടലോട്ട് പോകുന്നേ ഉള്ളൂ. നമ്മുടെ KTDCയുടെ ഹോട്ടൽ കേട്ടോ, ഹോട്ടൽ മയൂര ചാലിക്ക. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറുക. ഫുഡ് മേടിച്ചോണ്ട് വരണ്ടായിരുന്നു. ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ റിസപ്ഷനാണ് കേട്ടോ. ലെഫ്റ്റ് ആ പടി കയറി. അപ്പോൾ ഞങ്ങൾ എൻ്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പുറത്തൂടെ പോകണം. അല്ലെങ്കിൽ 2 സൈഡിലും മരവും ഒക്കെയാണ്. ഇവിടെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗാർഡൻ പോലൊക്കെ ഉണ്ട് കേട്ടോ. ഇതെവിടാണോ എന്തോ കുറേ നന്നായിട്ട് നടക്കുക ഞങ്ങൾ. അതിനിതിങ്ങനെ കറങ്ങി വരണമെന്നാണ് പറഞ്ഞത്. എവിടാണെന്ന് പോയി നോക്കാം. ഇവിടെ കേട്ടോ 10721110. (089) ഇവിടെ ലാസ്റ്റ് റൂം കേട്ടോ 1010. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങി വന്നിട്ട് നല്ല ടയേർഡായിരുന്നു. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഇതല്ലായിരുന്നു. കാരണം നമ്മൾ ഫുഡും കഴിച്ചില്ല. അതുകൊണ്ട് ഭയങ്കര വിശപ്പൊക്കെയായിരുന്നു. പിന്നെ വന്ന് വേഗം ഫുഡ് കഴിച്ചങ്ങ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇവിടെ ടെമ്പറേച്ചർ കുറവാണ് കേട്ടോ, 22 ഡിഗ്രിയേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ എണീറ്റ് ഇനിയിപ്പം ഡ്രസ്സൊക്കെ എടുത്ത് പോയി ഡ്രസ്സ് എടുക്കണം. എന്നിട്ട് മാറിയിട്ട് ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പം നമുക്ക് പുതിയൊരു അടുത്ത വീഡിയോ കാണാം.